കുടുംബം മാത്രമല്ല നാട്ടുകാരൊക്കെ പരാതി നൽകിയതാണ്. കൂട്ടപ്പരാതി നൽകിയിട്ടും പോലീസ് വേണ്ട സുരക്ഷ ഉറപ്പാക്കിയിട്ടില്ല എന്നുള്ളതാണ്. പ്രതി ചെന്താമര ഇവരെല്ലാവരും പരാതി നൽകിയ സമയത്ത് ഈ പ്രതിയായ ചെന്താമരയെ പോലീസ് വിളിച്ചു വരുത്തിയിരുന്നു. അത് ശരിയാണ്. ആ ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസിൽ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. പരാതിയെ തുടർന്ന് പോലീസ് ചെന്താമരയെ വിളിച്ചു വരുത്തി, പക്ഷെ താക്കീത് ചെയ്ത് വിട്ടയച്ചു. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ സ്ക്രീനിൽ കാണുന്നത്. MS ലിഷോയ് നൽകും കൂടുതൽ വിവരങ്ങൾ. ലിഷോയ്, നേരത്തെ സുധാകരന്റെ മകൾ അഖിലയുടെ വാക്കുകൾ കേട്ടപ്പോൾ ഞങ്ങളുടെ ജീവനത്തിന് എന്ത് സുരക്ഷിതത്വമുണ്ട്, എന്റെ എല്ലാവരും പോയി എന്നുള്ള ഒരു വേദനയാണ് ആ ഒരു കുട്ടി പങ്കുവെക്കുന്നത്. ഇത്തരത്തിലൊരു നടപടി മാത്രമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. വിളിച്ചു നൽകി ഒരു താക്കീത് നൽകി വിട്ടയക്കുക മാത്രമായിരുന്നു. പോലീസ് ഇക്കാര്യത്തിൽ നൽകുന്ന ഒരു വിശദീകരണം എന്താണ്? അന്നെന്താണ് അവിടെ സംഭവിച്ചത്? അതായത് പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ട് ആദ്യം ഈ സുധാകരൻ്റെ കുടുംബം ഉൾപ്പെടെ പരാതി നൽകിയ സമയത്ത് ഈ ചെന്താമരയെ അവിടേക്ക് വിളിപ്പിച്ച ശേഷം ഇനി ഈ പ്രദേശത്തേക്ക് വരരുത് എന്നുൾപ്പെടെയുള്ള താക്കീത് നൽകി വിട്ടയക്കുകയാണ് ചെയ്തത്. അതല്ലാതെ ഇനി അതിന് കർശനമായൊരു നടപടി എടുക്കുകയോ, അതായത് ഇങ്ങോട്ടേക്ക് വരാതിരിക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും നടപടി എടുക്കുകയോ ചെയ്തില്ല. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇതാണ് ഈ കൊല്ലപ്പെട്ട ഈ സുധാകരൻ്റെയും ഉൾപ്പെടെ വീട് ഉള്ളത്. ഇതിൻ്റെ തൊട്ടപ്പുറത്താണ് ഈ പ്രതിയുടെ വീടെന്ന് പറയുന്നത്. അതായത് രണ്ട് വീടുകളും തമ്മിൽ 10 മീറ്റർ മാത്രമാണ് ഒരു വ്യത്യാസം എന്നുള്ളത്. ഒരു റോഡ് ഇടയിലുണ്ട്, ഒരു ചെറിയ റോഡ് ഇടയിലുണ്ട് എന്നുള്ളത് മാത്രമാണ് ഈ രണ്ട് വീടുകൾ തമ്മിലുള്ളൊരു വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഈ ഇരു വീട്ടുകാരും തമ്മിൽ ഈ ഒരു സംഭവത്തിന് ശേഷം, അതായത് സുധാകരൻ്റെ ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം ആ കേസിൽ നിന്ന് പിന്നീട് ജയിൽ ശിക്ഷ അനുഭവിച്ച് അത് അതിൻ്റെ ട്രയലൊക്കെ കഴിഞ്ഞുള്ള ശിക്ഷയല്ല, പക്ഷേ ജയിലിൽ അടയ്ക്കപ്പെട്ട് പിന്നീട് അവിടെ നിന്നും പുറത്തിറങ്ങി വന്ന സമയത്ത് തൊട്ടടുത്ത് തന്നെ പ്രതി താമസിക്കുമ്പോൾ സ്വാഭാവികമായും ഈ വീട്ടുകാർക്കുണ്ടാകുന്ന ഒരു മാനസിക വിഷമവും അതിനോടൊപ്പം തന്നെ മറ്റ് മാനസിക സംഘർഷങ്ങളും എല്ലാം തന്നെ പോലീസ് കണക്കിലെടുക്കുകയായിരുന്നെങ്കിൽ ഇയാൾ ഇവിടെ വരാതിരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളായിരുന്നു ചെയ്യേണ്ടിരുന്നത്. പക്ഷേ അത് ചെയ്തില്ല എന്നുള്ളതാണ്. അത് മാത്രമല്ല, ഈ വീട്ടുകാരും അയൽപ്പക്കക്കാരും ഉൾപ്പെടെയുള്ളവർ പരാതി നൽകിയിട്ടും അതിൽ വ്യക്തമായൊരു നടപടി ഇവർ ആഗ്രഹിക്കുന്ന തരത്തിൽ, അതായത് ഇയാൾ ഇവിടേക്ക് വരാതിരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളൊന്നും തന്നെ എടുത്തില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഈ കൊലപാതകത്തിന് ശേഷം ഇയാൾ ഈ വീടിൻ്റെ, അതായത് ഈ കാണുന്ന ഈ പ്രതിയുടെ വീടിൻ്റെ പുറകുവശത്തു നിന്നും ഈ വഴിയിലൂടെ ആണ് ഇയാൾ രക്ഷപ്പെട്ടതെന്നാണ് പ്രധാനമായും സംശയിക്കുന്നത്. പോലീസ് വന്ന് ഈ കതക് തള്ളിപ്പൊളിച്ചാണ് ഈ പ്രതിയുടെ വീടിനകത്തേക്ക് കയറിയത്. സ്വാഭാവികമായും ഈ പ്രദേശം പൂർണ്ണമായും ഇത് ഒരു വീടിൻ്റെ പുറകുവശത്ത് വയലാണ്. ആ വയലിൻ്റെ അവിടെ നിന്ന് അപ്പുറത്തേക്ക് മാറിക്കഴിഞ്ഞാൽ ഒരു മലഞ്ചെരുവാണ്, കുന്നിൻചെരുവാണ്. ആ പ്രദേശത്തേക്കെല്ലാം തന്നെ ഒരുപക്ഷെ പ്രതി പോയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നും കണ്ടെത്തുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. എന്തായാലും ഈ മേഖലയിലെല്ലാം തന്നെ വലിയ തോതിൽ പരിശോധനകളെല്ലാം തന്നെ പോലീസ് വിവിധ സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ട് നടത്തുകയും ചെയ്തിരുന്നു. നമ്മൾ ആ സമയത്തൊക്കെ പോലീസുകാരുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഈ പ്രദേശത്തൊന്നും തന്നെ പ്രതി ഇല്ല എന്ന് ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ഈ നാട്ടുകാർ ഉൾപ്പെടെയുള്ളവർ പല സംഘങ്ങളായി തിരിഞ്ഞ് ഉച്ചവരേക്കും അത്തരത്തിൽ ഈ പ്രതിക്ക് വേണ്ടി ഈ പ്രദേശത്തൊക്കെ തന്നെ തിരച്ചിൽ നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതുവരേക്കും ഈ പ്രതിയുടെ ഒരു സാന്നിധ്യം ഈ പ്രദേശത്തൊന്നും എന്തായാലും പുരോഗമിക്കുന്നുണ്ട്. പക്ഷേ ഒരു കേസിനെ വേണ്ട രീതിയിൽ ആദ്യഘട്ടത്തിൽ പോലീസ് ഗൗരവത്തോടെ എടുത്തില്ല. അതുകൊണ്ടാണ് ചെന്താമരയ്ക്ക് വെറും ഒരു താക്കീത് മാത്രം നൽകി വിട്ടയച്ചത്. അതിപ്പോൾ 2 പേരുടെ ജീവനെടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി. ഇപ്പോൾ എന്തായാലും ചെന്താമരയ്ക്ക് വേണ്ടിയുള്ള വ്യാപക തെരച്ചിൽ നടക്കുകയാണ്.